ഇന്ന് 7-ാം ദിവസമാണല്ലോ. നമ്മൾ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച 7-ാം ദിവസമാണ്. ഈ 7-ാം ദിവസം നമ്മൾ ഇന്നലെ മുതൽ നമ്മളും പറയുന്നത് കമലേട്ട, ഇതൊരു മധുവട്ടൻ ക്യാമ്പുകളിൽ പോയപ്പോൾ ഇതിനി ദുരിതാശ്വാസ ക്യാമ്പുകളല്ല, അതിജീവനത്തിൻ്റെ ക്യാമ്പുകളാകുന്നു. ആ കുട്ടികളുടെ ചിരികളൊക്കെ അതിജീവനത്തിൻ്റെ ഒരു തുടക്കമായിട്ട് കാണുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ പോരുമ്പോൾ ഒരു ചേട്ടൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടാണ്, ഞാൻ നേരിട്ട് സംസാരിച്ചില്ല. ഞങ്ങൾക്കിനി ഇവിടെ ജീവിതമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇനി അടുത്ത ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അവർക്കൊരു ജീവിതത്തിൻ്റെ വഴി നമ്മളെല്ലാവരും തുറന്നു കൊടുക്കും അല്ലേ കമലേട്ടൻ? എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ പറയുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട ഒരു സമയം അല്ലേ കമലേട്ടൻ? അതായത് നമ്മൾ അവരെ ഒന്നിച്ച് പിരിക്കാതെ, അതായിരുന്നു നമ്മൾ പുത്തുമലയിൽ ഉള്ളൊരു കൺസെപ്റ്റ്. അതായിരുന്നു ഹർഷം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആവാസ കേന്ദ്രം തന്നെ ഉണ്ടാക്കിയത്. അന്ന് മാതൃഭൂമിയാണ് അതിനുള്ള സ്ഥലം കൊടുത്തത്. അവിടെ മറ്റ് ആളുകളൊക്കെ ചേർന്ന് വീട് വെച്ചു. അവരെ പരമാവധി ഒന്നിച്ച് തന്നെ താമസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു ചേട്ടൻ പറയുന്നില്ല, ഞങ്ങൾ മാറാം പക്ഷെ ഞങ്ങളെ പിരിക്കരുത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ വീടിനോടും നാടിനോടും അയൽക്കാരോടൊക്കെ നമുക്ക് ഒരു വല്ലാത്തൊരു ആത്മബന്ധമില്ല. അപ്പോൾ അത് മുറിച്ച് ഇപ്പോൾ ഞാൻ ഇന്നലെ ബസ്സിൽ വരുമ്പോൾ കോഴിക്കോട് നിന്ന് ബസ്സിൽ കയറിയപ്പോൾ ഉഷ എന്ന് പറഞ്ഞ ചേച്ചി അടുത്തുണ്ടായത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവരുടെ വീടിൻ്റെയൊക്കെ അടുത്ത് ഇതേപോലെ അപകടത്തിൽപ്പെട്ടവർക്ക് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അവർ പറയും അവരുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. കാരണം ഇപ്പോൾ വീട് കിട്ടിയാൽ പോലും അവർ പറിച്ചെടുത്തുകൊണ്ട് പോരല്ലേ. അപ്പോൾ അവർക്ക് വല്ലാത്ത അതൊരു ശരിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരെയും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും, അത് പ്രായോഗികമാണോ എന്നറിയില്ല, അതിനുള്ളൊരു ശ്രമങ്ങളായിരുന്നു വേണ്ടത് അല്ലേ? അങ്ങനെ ഒരു ഒന്നിച്ചുള്ളൊരു ടൗൺഷിപ്പോ അല്ലെങ്കിൽ ഒരു ഗ്രാമമോ എല്ലാ സൗകര്യങ്ങളുമുള്ള അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അത് നമ്മൾ ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പുത്തുമലയുടെ ഒരു മാതൃക തന്നെ ഇതിലും വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതുപോലത്തെ ഒരു സ്ഥലം ഇങ്ങനെ ഇപ്പോൾ പുത്തുമല ആയാലും ഇവിടെ ആയാലും ഒക്കെ ഈ ദിവേഷ് പറഞ്ഞ പോലെ ആളുകൾ തമ്മിൽ അത്രയും ക്ലോസ് ആണ്. അപ്പോൾ അവരെ പിരിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുണ്ടാവും, ഫ്രണ്ട്സ് ചെറുപ്പത്തിൽ കളിച്ചു വളർന്നവർ, അപ്പോൾ അവർക്ക് ഒന്നിച്ചൊരു ആവാസ സ്ഥലം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് വീടുകൾ ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്ന വീടുകളുണ്ടല്ലോ. സാധാരണഗതിയിൽ പ്രശ്നമില്ല എന്ന് കരുതിയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഈ മറ്റിടങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കുമ്പോൾ ആളുകളെ കാണാം, പക്ഷേ മറ്റിടങ്ങളിലേക്കൊക്കെ ആളുകൾ വന്നു തുടങ്ങി. അവർക്കൊരു അതിനുള്ളൊരു അവശേഷിക്കുന്ന വീടുകളിലേക്ക് വരാനുള്ളൊരു, എനിക്ക് തോന്നുന്നു ചൂരൽമലയിൽ ഈ പാലത്തിൻ്റെ അക്കരെയുള്ള കുറേ വീടുകൾ ഉണ്ടല്ലോ പ്രശ്നമില്ലാത്ത, അവിടെയൊക്കെ ആളുകളുണ്ട്. ഇപ്പം നമുക്കൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന, ചാർജ് ചെയ്യാനും ഒക്കെ തരുന്ന, അവർ ഇവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ഈ ബാക്കിയുള്ള വീട്ടുകാരാണ്. നമ്മൾ വരുമ്പോൾ തന്നെ ഒന്നുകൂടി ശ്രദ്ധയിൽ പറയുകയാണ്. അപ്പോൾ അവിടെ പള്ളിയിൽ ഭക്ഷണമൊക്കെ വളരെ സജീവമായി. ഇന്നലെ ആയിരുന്നു അഭിലാഷ വിവരങ്ങൾ പങ്കുവെച്ചത്. കാരണം അവരൊരു സങ്കടം, കടച്ചിക്കൊണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർ ഈ തുടക്കം മുതൽ ഇവിടെ ഈ ദുരന്തമുണ്ടായ അടുത്ത സമയം മുതൽ തന്നെ ഇവിടെ എത്തുകയും ഇവിടെ ആളുകൾക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ അവരാണ് ഇന്നലെ നമ്മളോട് ഈ ഒരു സങ്കടമൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായത്. ഇന്നിപ്പോൾ അതാ വീണ്ടും ആ പള്ളിയിലൊക്കെ വളരെ സജീവമായി തന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. നമുക്ക് നേരത്തെ ഫുഡ് കിട്ടിയിരുന്നുകൊണ്ട് വേണ്ട, പക്ഷേ എല്ലാവർക്കും ഫുഡ് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ വെള്ളം എത്തി. ഇപ്പോൾ ഈ JCBയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ആലോചിച്ച് നോക്കി, എന്ന് മുതൽ തുടങ്ങിയതാണ്. അതായത് ചൊവ്വാഴ്ച നമ്മൾ അതിൻ്റെ ആ ദുരിതത്തിൻ്റെ ആദ്യ ഒരു ഘട്ടം കഴിഞ്ഞത് മുതൽ ഇങ്ങോട്ടേക്ക് വാഹനങ്ങളെത്തി ഇതിൻ്റെ രക്ഷാദൗത്യത്തിലേക്ക് വന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ, മറ്റ് സന്നദ്ധ സംഘങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരുക്കുന്നുണ്ട് എന്നത് നല്ല കാര്യമാണത്. ഇപ്പോഴും ആളുകൾ, സൈനികരെ കാണാം, ഇവിടുത്തെ നാട്ടുകാരെ കാണാം, മറ്റ് സന്നദ്ധ പ്രവർത്തകർക്ക് ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1500ഓളം പേരാണ് നിലവിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ളത്. അത് കൃത്യമായ രജിസ്റ്ററൊക്കെ ചെയ്തിട്ടാണ് ആളുകളെ കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസവും പ്രത്യേകിച്ച് ഇത് പറയുകയാണ്, നമ്മൾ ഈ നല്ല കാര്യങ്ങൾ നടക്കുന്നതിനിടെ സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന മോഷണമൊക്കെ നടന്നു. അതിന് പോലീസിന് തന്നെ പറയേണ്ടി വന്നു അത്തരത്തിൽ ആളുകളെ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ അതായത് ആളുകൾ അവരുടെ വിലയിരുപ്പുള്ള പല സാധനങ്ങളും ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടണം, പക്ഷെ അത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക എന്നത് ഈ ഒരു ദുരന്ത സമയത്ത് പോലും അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പോട്ടെ, എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട്.